പ്രേക്ഷകരെ, നമ്മൾ മ്യൂസിക്കൽ വൈഫിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഇന്നിപ്പോ തുടക്കം കുറിക്കുകയാണ്. അപ്പോ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, ഔസേപ്പച്ചി സാർ, വെൽക്കം. ഹലോ ഹായ് ചേച്ചി. നൈസ് കളർ ബിനി ചേച്ചി, ഇതുവരെ ഇട്ട് കാണാത്തൊരു കളർ. നൈസ് ഹെയർ സ്റ്റൈൽ രഞ്ജിനി ചേച്ചി. എന്താ എന്റെ ഡ്രസ്സിനെ പറ്റി നിനക്കൊന്നും പറയാനില്ല? അല്ല, അത് മുടിയിൽ വരുമ്പോ കിട്ടുവന്നല്ലേ, കുറച്ച് കഷ്ടപ്പാടുണ്ട് അതില്. അത് മനസ്സിലാക്കി. അതെ. അപ്പൊ ആദ്യം മുടി, ദെൻ ഡ്രസ്. ഓ, അപ്പൊ ആളോ? അതിഗംഭീരം. നിങ്ങളുടെ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം മീനാക്ഷിന്റെ ഈ താഴത്തെ പേരെന്താ, എന്തോ പേരുണ്ട്. ഇത് എന്താ ഇതിന്റെ ധോതി പാൻസും ഒരു ടോപ്പും ഭയങ്കര ജെൻസ് മിഠായി പോലെ ഉണ്ട് നിന്നെ കാണാൻ. ചേച്ചി, നമ്മളെല്ലാവരും ഇത്രയും ഡ്രസ്സിനെ കുറിച്ചൊക്കെ പരാമർശിച്ച സ്ഥിതിക്ക് നമുക്കിവിടെ റാം വാക്ക് ആയാലോ? അല്ലേ സാറും വാപ്പി? താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മുടെ റാമ്പ് വാക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട്. നമുക്കൊരാളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു കുഞ്ഞ് ഗസ്റ്റ്. അതെ, ഗസ്റ്റ്. ആ ഗസ്റ്റ് വന്നിട്ട് അതാരാണെന്ന് നമുക്ക് പറയാം. ലെറ്റ്സ് വെൽക്കം നിതാര. കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുഴിഞ്ഞു നോക്കാതടി തൊട്ടു തൊട്ടു പൊന്നുമണി. ഇതാരാന്ന് മുഖച്ചായ കണ്ടിട്ട് പറയാൻ പറ്റോ? ഇതാരാ പറയാൻ പറ്റോ? കണ്ടിട്ട് നമ്മുടെ ഒരു കണ്ടസ്റ്റന്റിന്റെ കുഞ്ഞാണ്. അത് ഞാൻ ഒരു ക്ലൂ ലക്ഷ്മീകരമായിട്ടുണ്ട്. അപ്പൊ അടുത്തെത്തി. നമ്മുടെ ശ്രീലക്ഷ്മിയുടെ കുഞ്ഞാണോ? അപ്പൊ നമുക്ക് ഈ വേദിയിലേക്ക് ശ്രീലക്ഷ്മിയെ ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാം. വെൽക്കം ശ്രീലക്ഷ്മി. ഇന്ന് നമ്മള് നിതാരക്കുട്ടീനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തതിന് ഒരു റീസൺ ഉണ്ട്. അതായത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡില് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ സമയപരിമിതികൾ കാരണം. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡില് നിതാരക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. എത്രാമത്തെ ബർത്ത്ഡേയാ? രണ്ടാമത്തെ ബർത്ത്ഡേ. ഒത്തിരി വലുതായി കൊച്ച്. അതെ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കണ്ടസ്റ്റൻസിനെ കൂടെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം അല്ലെ? വന്നോളൂ. അതെ, ഒപ്പം തന്നെ നമ്മുടെ നിതാരക്കുട്ടിയുടെ അച്ഛനെയും അച്ഛമ്മയെയും കൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ശുഭമുഹൂർത്തത്തിലേക്ക് കടന്നാലോ? 2 വയസ്സുള്ള ആളുടെ കേക്ക്. അല്ല, ഇതാണ് നമ്മുടെ മ്യൂസിക്കൽ വൈഫ്. കാരണം ശ്രീലക്ഷ്മി ഇവിടുന്ന് പോയാൽ കൂടി ആ സെലിബ്രേഷൻ ഒന്നും നമ്മൾ ഒരു മുടക്കവും വരുത്തുന്നില്ല. അതാണ് മ്യൂസിക്കൽ വൈഫ്. സെലിബ്രേറ്റ് ചെയ്യാൻ വീണ്ടും നമ്മൾ ശ്രീലക്ഷ്മിയെ വിളിച്ചു. ശ്രീലക്ഷ്മി ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. ഷീ സ്റ്റിൽ എ മെമ്പർ. ഷീ ഓൾവേസ് ബി എ മെമ്പർ ഓഫ്. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ നിതാര. ഹാപ്പി ബർത്ത്ഡേ ടു യു. ലക്ഷ്മി, ഹാപ്പി ആയോ? അയ്യോ, എനിക്ക് ഒത്തിരി സന്തോഷം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം പുറത്തായതല്ലേ. അപ്പം പക്ഷെ അങ്ങനെയല്ല, സാറ് പറഞ്ഞു നില്ല് പോയരുത്, ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്തിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും സന്തോഷവും. കാരണം എൻ്റെ മോളുടെ ബർത്ത്ഡേ
ഇത്രയും വലിയ ആളുകളുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് ഈ സ്റ്റേജിൽ നമ്മുടെ ഗ്രൂമേഴ്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചപ്പോ ഭയങ്കര സന്തോഷം. ഒത്തിരി താങ്ക്സ്. ശ്രീലക്ഷ്മി, ഈ ഒരു സമയം വേറൊരു റിക്വസ്റ്റ് കൂടി ഞങ്ങൾ നടത്താണ്. കാരണം പുതിയ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഹസ്ബൻഡ്സ് ചോയ്സ് ആണ്. പറയുന്ന റൗണ്ടാണ്. അതായത് ആ റൗണ്ടിന് വേണ്ടി ഭാഗത്ത് നിന്ന് ഹസ്ബൻഡ് ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോ ആ റൗണ്ടിന് വേണ്ടി ശ്രീലക്ഷ്മി ഒരു പാട്ട് പഠിച്ചിരുന്നു. അപ്പൊ ആ പാട്ടിന്റെ ഒരു 4 വരി നമുക്ക് ബർത്ത്ഡേ അല്ലേ, നമുക്കൊന്ന് പിന്നെ എനിക്ക് ഈ പാട്ട് പറഞ്ഞു ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് പറഞ്ഞു നീ ഈ പാട്ട് പാടണം, തീർച്ചയായിട്ടും പാടണം. ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്. കാരണം ഞാൻ ഡെലിവറി സമയത്തൊക്കെ ഒത്തിരി കേൾക്കുന്ന പാട്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് എന്തായാലും ഈ പാട്ട് പാടണം, നല്ല മാർക്ക് മേടിക്കണം പറഞ്ഞിരുന്നു. നല്ല മാർക്ക് ഇനിയും കിട്ടും. അതെ. ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ പുണ്യമോ കണ്ണനോ ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ പുണ്യമോ കണ്ണനോ വണ്ടർഫുൾ സൂപ്പർ അടിപൊളി. നല്ല ഫീൽ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ നിതാരക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഹസ്ബൻഡ് ചോയ്സിലോ ശ്രീലക്ഷ്മി പ്രിപ്പയർ ഹസ്ബൻഡ് ചോയ്സില് താൻ ഈ പാട്ട് പാടുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. എനിക്കത് മിസ് ചെയ്യും. കുളിര് കോരി എന്ന് പറഞ്ഞാൽ ഈ പാട്ടിനോടുള്ള ഇഷ്ടവും പിന്നെ എന്താ ഇടണോ അസല് ചോയ്സ് കേട്ടോ ഹസ്ബൻഡിനോട് ഞാൻ പറയുന്നത്. അല്ല വേണമെങ്കിൽ ചോദിച്ചോളൂ. ഇനിയിപ്പോ മാർക്ക് ഇടാൻ അദ്ദേഹം ഉണ്ട്, മാർക്കൊക്കെ കിട്ടും. എത്ര മാർക്ക് കൊടുക്കാം? 96. ഓക്കെ. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം. ശ്രീലക്ഷ്മി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് നമ്മളൊരു പെർമനന്റ് ടാറ്റ ബൈ ബൈ ഒന്നും പറയുന്നില്ല. ഇവിടെ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. ഓക്കെ. എനിവേ നല്ലൊരു എന്താ പറയുക സായാഹ്നം സമ്മാനിച്ചതിന് നമുക്ക് പാട്ട് എടുത്ത് തന്ന ഗ്രൂമേഴ്സ്. ഞാൻ വേറൊരു പാട്ട് പറഞ്ഞപ്പോ ഇല്ല നീ ഇത് തന്നെ പാടിയത് എടുക്കണമെന്ന് എന്നോട് ഗ്രൂമേഴ്സ് പ്രത്യേകം പറഞ്ഞു. രാധിക ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഈ പാട്ട് പാടണം, അടിപൊളിയായിട്ട് പാടണമെന്നൊക്കെ. എലിമിനേഷൻ ഇരുന്ന് കുത്തി ഇരുന്ന് കരഞ്ഞ ഒരേ ആളാ രാധിക. ഭയങ്കര കരച്ചിലായി. രാധികയായിരുന്നു കരച്ചില്. ഒത്തിരി മിസ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് കണ്ടസ്റ്റൻസിനോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും എല്ലാ എപ്പിസോഡും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫിറ ഫുഡ്സിന്റെ ഓട്സിനെ കുറിച്ച്. ഇപ്പം നിങ്ങൾ മാത്രം കഴിച്ച ആരോഗ്യത്തോടെ ഇരുന്നാൽ പോരല്ലോ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ 2 ഫ്ലേവർ ഉണ്ട്. ചീസി ടൊമാറ്റോ ആൻഡ് മഷ്റൂം ഫ്ലേവറിലെ ഓട്സ് ലഭിക്കും. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ.
അപ്പൊ മീനാക്ഷി, എന്തോ? നമ്മൾ അങ്ങനെ പുതിയ ഘട്ടത്തിൽ കടന്നിരിക്കുകയാണ്. നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെയാണ് ഈ പുതിയ ഘട്ടത്തിലെ 2 റൗണ്ടുകൾ? 2 റൗണ്ടുകൾ നമ്മൾ കഴിഞ്ഞ റൗണ്ട് മുതൽ പറയുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് മത്സരം ഭയങ്കര കഠിനമായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ എലിമിനേഷനിൽ 3 പേരാണ് നമ്മുടെ ഈ ഷോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. യെസ്, ഇനിയിപ്പോ 17 പേരാണ് നമ്മുടെ ഈ ഘട്ടത്തിൽ ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഘട്ടത്തില് നമുക്ക് കഴിഞ്ഞ റൗണ്ടുകൾ പോലെ തന്നെ 2 റൗണ്ടുകളാണുള്ളത്. അതിൽ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ശ്രീലക്ഷ്മി ഇവിടെ നിന്നപ്പോ പറഞ്ഞു ഹസ്ബൻഡ്സ് ചോയ്സ് എന്ന് പറയുന്ന റൗണ്ടാണ്. അപ്പോ നമ്മുടെ മത്സരാർത്ഥികളുടെ ഹസ്ബൻഡ്സ് ആയിരിക്കും ഈ പാട്ട് സെലക്ട് ചെയ്തവർക്ക് കൊടുക്കുന്നത്. അപ്പോ അവരുടെ ആ സെലക്ഷൻ അനുസരിച്ച് ഇവർ ഇവിടെ പെർഫോം ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കിട്ടുന്നു. അപ്പൊ അതൊരു നല്ല റൗണ്ട് അല്ലേ? എന്താ റൗണ്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? നല്ല റൗണ്ട്, അടിപൊളി, നല്ല റൗണ്ട്. നമ്മൾ അവരുടെ പ്രണയത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ ചൂഴ്ന്നറിയാം. ഇനി രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. അതായത് നമ്മളൊരു അനശ്വര കലാകാരനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു റൗണ്ടാണ്. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു റൗണ്ട് കൂടെയാണ്. നമുക്ക് കാലാതീതമായ ഒത്തിരി വരികൾ നമുക്ക് സമ്മാനിച്ച ഒരു മഹാനായ ഒരു ലെജൻഡിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു റൗണ്ടാണ്. ഏറെ സ്നേഹത്തോടെ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാം നമ്മുടെ സെക്കൻഡ് റൗണ്ട് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള റൗണ്ടാണ്. നമുക്കറിയാം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 16 വർഷമായി. 2010 ഫെബ്രുവരി 10-നാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത്. 2 പതിറ്റാണ്ട് കൊണ്ട് നമുക്ക് വേണ്ടി 2000-ലധികം പാട്ടുകളാണ് അദ്ദേഹം എഴുതി നൽകിയത്, നമ്മളെ വിസ്മയിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു റൗണ്ട് നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ പോകുന്നത്. തീർച്ചയായിട്ടും സർ, നമ്മൾ പറയില്ലേ ഈ ഒരു കവിഹൃദയത്തിന്റെ ഉൾത്തുടുപ്പിൽ എന്നും ഒരു പ്രണയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വരികൾ എന്ന് പറയുന്നത് വളരെ കാവ്യാത്മകമായിട്ടുള്ള വരികളാണ്. എന്താ പറയാ, അജ്ഞാതമായി ആരോ വിരൽ മീട്ടുന്ന, പിന്നെയും പിന്നെയും ആരോ നിലാവിന്റെ പടികടന്നെത്തുന്ന സ്പന്ദനം, അതുപോലെ തന്നെ നിലാവിന്റെ നീലഭസ്മ കുറി അണിഞ്ഞ ഒരു സുന്ദരി, അദ്ദേഹത്തിന്റെ പ്രിയ സഖി, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി ബീന ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ നിമിഷത്തിൽ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി ബീന ഗിരീഷ് പുത്തഞ്ചേരി. ചേച്ചി, നമുക്ക് ഈ മ്യൂസിക്കൽ വൈഫിന്റെ വേദിയിൽ അത്രയും വലിയൊരു കലാകാരന്റെ വൈഫിന് ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ നേരത്തെ പറയായിരുന്നു വളരെ കാലാതീതമായ ഒരുപാട് വരികൾ തന്ന, അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് വരികൾ തന്ന ഒരു ലിറിസിസ്റ്റ് കൂടെയാണ് ഗിരീഷ് പുത്തഞ്ചേരി സാർ എന്ന് പറയുന്നത്. ഒരുപാട് 1-2 ഇന്റർവ്യൂസിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹം പല പാട്ടുകളും ബീന ചേച്ചിയെ ആലോചിച്ചാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ബീന ചേച്ചി, ഈ ഒരു അവസരത്തിൽ നമ്മളോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു TV ചാനലിൽ വരുന്നത്. എത്രയോ വർഷങ്ങളായി എന്നെ ഫ്ലവേഴ്സ് വിളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് വരാൻ പറ്റിയത്. സോറി. അയ്യോ സോറി, സന്തോഷല്ലേ ഉള്ളൂ ചേച്ചി വന്നതില്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഗിരീഷ് സാറിനെ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോ സാറിനും പിന്നെ ചേച്ചിക്കൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. എന്നാലും ചെറിയൊരു കരിയറിലൊന്നും പോവാറില്ല. ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഗ്രാമിന് പോകുമ്പോ, കോഴിക്കോട് പോകുമ്പോ രാവിലെ ഇൻഡർസിറ്റിക്ക് എല്ലാത്തിനും ഗിരീഷ് സാറിനെ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ. അപ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞില്ലേ വീട്ടിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അത് കാരണം നമ്മളൊന്നും അങ്ങനെ കണ്ട് ഫെമിലിയർ ആയിട്ടില്ല അല്ലെ? സാറിനായിരിക്കും കൂടുതൽ പറയാനുണ്ടാവും. എനിക്ക് ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് ബീനനെ ഇവിടെ കാണുമ്പോൾ, ബീന ഒരിക്കലും കേൾക്കാത്ത കുറേ കാര്യങ്ങൾ ഗിരീഷ് എൻ്റെ അടുത്ത്, എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാറുള്ളൊരു കാര്യം 100 നാമായിരുന്നു. അതായത് ബീന, എൻ്റെ ബീന എന്ന്. ഞാൻ ചില നിർത്തപ്പ, ഇത് എന്തത് കുറേ നേരമായില്ല ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരു ആവേശത്തിന് പറഞ്ഞു തുടങ്ങിയ എന്നിട്ട് എൻ്റെ വീട്ടിൽ വരും. എൻ്റെ വീട്ടിൽ വന്നിട്ട് ശരിക്കും മറിയ ചേച്ചിയുടെ പോലെ തന്നെയാണ് എൻ്റെ ബീന. ഇത് എപ്പോഴും എൻ്റെ അടുത്ത് കുറേ പറഞ്ഞിട്ട് ഇതൊന്നും ബീനയുടെ അടുത്ത് ബീന കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ പറയുന്നത്. ഇത് സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ബീനേനെ ഞാനിപ്പോൾ കാണുമ്പോൾ, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ബീനയുടെ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഗിരീഷിന്റെ കൂടെ. അതേപോലെ ബീന എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്. ഞാൻ സാറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയ ചേച്ചിയുടെ പോലെ തന്നെയാണ് ബീന, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മദ്രാസിൽ റെക്കോർഡിങ് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നു. സോ അതൊക്കെ ഞാൻ ആലോചിക്കുക, അദ്ദേഹം എന്തോ നിർഭാഗ്യം, നമ്മളുടെ നിർഭാഗ്യം, അദ്ദേഹത്തിനൊരു നിർഭാഗ്യമില്ല. അദ്ദേഹം നല്ലൊരു ലോകത്തേക്കാണ് പോയിരിക്കുന്നത്, നമുക്കറിയാം. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇനിയും കുറേയും കൂടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ളൊരു അവസരം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അളവിന് കൂടിയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ, അന്നും ആ പാട്ട് റിലീസ് ചെയ്യുന്ന സമയത്തുള്ള അതേ സ്പിരിറ്റിൽ തന്നെയാണ് ഇന്നും പുതിയ ജനറേഷൻ്റെ ഇടയിലും ആ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു മങ്ങലും ഉണ്ടായിട്ടില്ല. സോ ചില കാര്യങ്ങൾ സ്വർണം മാരിയാണ്, അത് കറ പിടിക്കില്ല, അത് എപ്പോഴും ഒരേപോലെ ഇരിക്കും. അങ്ങനത്തെ പാട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഗിരീഷാണ്. ബീന വന്നതിൽ വളരെ സന്തോഷം. കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ മനസ്സിൽ ഈ പാട്ട് ഇങ്ങനെ എപ്പോഴും, അതായത് ബീന ഉദ്ദേശിക്കുന്നതിനെ ബീനയ്ക്ക് അറിയായിരിക്കും, എന്നാലും ഭയങ്കര ആ ഹാർട്ടിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ആ പാട്ടുകൾ ഉണ്ടാക്കുന്ന അലകൾ ഭീകരമാണ്. ഈവൺ എനിക്ക് പോലും. എനിക്ക് പിന്നെ ഗിരീഷിൻ്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി നേടിത്തന്നതിൽ വലിയ പങ്കുവഹിച്ച ആ വരികൾ എഴുതിയ ആളാണ് ഗിരീഷ്. ഒരേ കടലിലെ പാട്ടുകൾ. അപ്പോൾ അതൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത, അത് പഴയ ആൾക്കാരോട് ചോദിച്ചാലും ഇന്നത്തെ പുതിയ ന്യൂജൻ എന്ന് പറയുന്ന ഈ പുതിയ ട്രെൻഡിലുള്ളവരോട് ചോദിച്ചാലും ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, ദി ബെസ്റ്റ് ലിറിക്സ് എവർ റിട്ടൺ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു വാമഭാഗം അല്ലേ, ഹാഫ് ഗിരീഷിൻ്റെ. ഇപ്പോൾ രഞ്ജിനി പറഞ്ഞല്ലോ ഇങ്ങനെ പ്രണയത്തിനെ കുറിച്ചിട്ട്, അതൊരു പക്ഷെ ബീനയോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ എന്നെ കുറിച്ച് എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളോട് പറയും ഞാനിത് ബീനയെ കുറിച്ച് എഴുതുന്നതാണ്, എൻ്റെ മനസ്സിൽ ബീനയാണ് എപ്പോഴും പറയും. എന്താ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പാട്ടിന് മരണമുണ്ടാവില്ല. മരണം പൊതുവെ പഴയ പാട്ടുകളൊക്കെ നല്ല അനശ്വരങ്ങളാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതൊരു വേറെ ക്ലാസ്സാണ് ഗിരീഷിൻ്റെ പാട്ടുകൾ, ഒരു സ്പെഷ്യൽ ക്ലാസ്. അപ്പം അത്തരം ഒരു ഗിരീഷിൻ്റെ സഹധർമ്മിണി നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെ ചാനലിൽ വന്നതിൽ വളരെ സന്തോഷം. വെൽക്കം. ഞാനൊക്കെ പാടി തുടങ്ങണ കാലത്ത് 2 പേരെ എഴുതുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒന്ന് ഗിരീഷ് സാറും, പിന്നെ ഒന്ന് ഞാൻ പാടി തുടങ്ങിയ രമേശൻ നായർ സാറിന്റെ വരികൾക്കാണ്. പിന്നെ എന്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിരിക്കുന്നത് ഗിരീഷ് സാറിന്റെ. ഈ സ്വർണം എന്ന് പറയുന്നത് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. ഇപ്പം സ്വർണത്തിന് സുഗന്ധവും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കവികൾ പറയുന്നതാണ്. എന്ന് പറയണ പോലെ ഒരു സംഗീതവും സാഹിത്യവും കൂടെ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ വരികളും. അത് ആര് മ്യൂസിക് ചെയ്താലും ആ വരികളും ആ സംഗീതവും അങ്ങനെ ഒട്ടി നിൽക്കുന്നത്. അതൊരു വലിയ ബ്ലെസ്സിങ്സ് ആണ് നമ്മളുടെ ഈ കാല കഴിഞ്ഞാലും ഈ സംഗീതം അദ്ദേഹം എഴുതിയതും അത് ഒന്നും ഒരിക്കലും ഈ ലോകത്തൊന്നും മായാൻ പോകുന്നില്ല. നമുക്ക് ഒരുപാട് സന്തോഷം ബീന ചേച്ചി ഈ വേദിയിൽ കാണാൻ സാധിച്ചതിൽ. ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കാം. അപ്പോൾ ഒരുപാട് ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതി നൽകിയത്. അതിൽ ബീന ചേച്ചിക്ക് ഏതാണ് ഒരു ഫേവറേറ്റ്? അല്ലെങ്കിൽ അതെ, ബീന ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ ഇത് ബീന ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ബീന ചേച്ചി ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? ഈ പുഴയും കടന്നു എന്ന് പറഞ്ഞ പടത്തില് ഒരു പാട്ടുണ്ട്, രാത്തിങ്കൾ പൂത്താലി. അതാണ് ഫേവറേറ്റ് പാട്ട്. ആ കൊറേ പാട്ടുകൾ ഇഷ്ടമാണ്. അതാണ് ബീനച്ചിക്ക് വേണ്ടിയിട്ട് എഴുതിയ പാട്ട്. അത് എഴുതി പല്ലവി എഴുതിയപ്പോ തന്നെ ജോൺസൺ സാറിനെ കൊണ്ട് എനിക്ക് പാടിയിട്ട് കേൾപ്പിച്ചു. നമുക്ക് എന്തെങ്കിലും 2 വരി കേൾക്കാൻ പറ്റുമോ? ചേച്ചി പാടാറുണ്ടോ? പാടിയിട്ടില്ല. ഇപ്പം എന്തെങ്കിലും 2 വരി ഓർമ്മയുണ്ടോ നമുക്ക് വേണ്ടിയിട്ട്? വേണമെങ്കിൽ മ്യൂസിക്കൽ വൈഫിന്റെ വേദിയിൽ ഒന്ന് പാടാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ
ക്ഷമിക്കണം. ഏയ്, ഒരിക്കലും നമ്മള് ക്ഷമാപണം ക്ഷമയോ ചോദിക്കാൻ ഈ വേദി എന്ന് പറയുന്നത് അതെ ചേച്ചി നമുക്ക് എന്തും പാടും. ചെയ്യാം, എന്തും പറയാം, എന്തും പാടാം. ചേച്ചിയുടെ പ്രസൻസ് തന്നെ വലിയ കാര്യം. അതെ. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കുനു ചിറകുമായി വരിക ശലഭമേ സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപ്പൂട്ടവേ വേനൽ പൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കുനു ചിറകുമായി വരിക ശലഭമേ. ആ, wow. ഇതാണോ പാട്ടറിയില്ല എന്ന് പറഞ്ഞത്? സൂപ്പർ. കഴിഞ്ഞ തവണ മൈക്കിന്റെ Every note. കയ്യിലിരുന്നു. എനിക്കിനി വയ്യ. എല്ലാ നോട്ടും എന്ത് പെർഫെക്റ്റ് ആയിട്ടാ പാടിയിരിക്കുന്നത്. കുറെ നാള് പാടാതിരുന്നുകൊണ്ടുള്ള ചെറിയ ആ ഒരു ചെറിയ വോയിസിന്റെ ചെറിയ ബ്രേക്സ് വരുന്നു എന്നല്ലാണ്ട് വിട്ട് ആദ്യായിട്ടാ പാടുന്നത്. മ്യൂസിക്കൽ വൈഫ് വഴി ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. തീർച്ചയായിട്ടും. എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും എല്ലാം. ഓക്കെ, ഓക്കെ. അപ്പൊ ബിനി ചേച്ചി, ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയണം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഓക്കെ. നമുക്ക് സാറിന്റെ ഒത്തിരി ഒരുപാട് ഗാനങ്ങൾ ദേ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഇന്ന് റൗണ്ടിൽ പാടുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ആസ്വദിക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബിനി ചേച്ചി. അപ്പൊ മീനാക്ഷി, എന്തോ? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മത്സരം ആരംഭിക്കാം അല്ലെ? ആരംഭിക്കാം. ഈ ഘട്ടത്തിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ റൗണ്ടിൽ തന്നെ പാടാൻ വേണ്ടിയിട്ട് എത്തുന്നു. നിസരി. ആ
നിസരി ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ ആദ്യത്തെ പാട്ടാണ് ഈ ഘട്ടത്തില് അല്ലേ? ഓക്കെ, എങ്ങനെ പാടിയെന്ന് തോന്നി? നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടി. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നിസരിയുടെ അനുപല്ലവിയും ചരണവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പല്ലവിയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഓപ്പൺ ക്ലോസ് കുറച്ചൊന്ന് കുറച്ച നന്നായിരിക്കും. അകലെ അകലെ ആരോ, ഈ സംഭവം ഉണ്ടല്ലോ, നിസരി പാടും ആരോ, അത് കുറെ ക്ലോസ് വരുന്നു അവിടെ. ആരോ അങ്ങനെ പാടുന്നതിലും അതൊന്നുകൂടി ഇത് ഒരു സിമ്പിൾ ആയിട്ട് പാടാമെന്ന് എനിക്ക് തോന്നി. എന്നുള്ളത് ആരോ, അപ്പൊ എന്താ പറയാ, എനിക്ക് ഈ ഓപ്പൺ ക്ലോസ് കൂടുതലായിട്ട് കേൾക്കുന്നു. ഹമ്മിങ് എന്തെങ്കിലും പാടുമ്പോഴത്തേക്കും ഇത് ശ്രദ്ധിച്ചോണം. കാരണം അത് ആ ലെവൽ നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് ആ ലെവൽ നിന്നാല് കൂടുതലായിട്ട് ഒരു എന്താ പറയുക, നമ്മളായിട്ട് എക്സ്ട്രാ ഒരു മെനക്കെട്ട് പാടുന്ന പോലെ നമുക്ക് തോന്നില്ല. നിസരി ചുമ്മാ പാടിയ ഭാവവും സംഗീതവും ഒക്കെയാണ്. അതുപോലെ തന്നെ സമയം മറന്ന മാത്രകൾ പിരിയാൻ വിടരാത്തൊരു ഓർമ്മകൾ, അത് ആ പോർഷൻ മാത്രം ഒന്ന് പാടുവോ ലാസ്റ്റ് ചരണത്തിൽ? സമയം മറന്ന മാത്രകൾ പിരിയാൻ വിടാത്തൊരോർമ്മകൾ. ഇപ്പോഴത്തെ ഓർമ്മകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരത്തെ പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഫെയ്ഡ് ഔട്ട് കൊടുത്തായിരുന്നെങ്കിൽ. എനിക്ക് മെയിനായിട്ട് നിസരി പാടുമ്പോൾ ഒരു നേർത്ത സംഗതി അതൊന്ന് പഠിക്കുമ്പോളെ, ഒരു നോവ് പാട്ടിന്റെ നേർത്തരാഗങ്ങൾ, അവിടെയൊക്കെ ഇച്ചിരൂടെ ഒരു ഭാവമാവായിരുന്നു എന്നെനിക്ക് തോന്നി. ഒരു നോവ് അത്രയും അതുണ്ട്, ഒരു നോവ് പാട്ടിന്റെ ഇത്രയും ഇതാണ്, നേർത്തരാ ഇത്രയും പളിച്ചെന്നാണ് സ്വരം ശബ്ദം ഇരിക്കണേ. ഓരോ നോവ് കുറച്ചൊന്ന് കൺട്രോളിങ്, അതാണ് ഞാൻ പറയണത്. മനസ്സിലായോ? വെരി വെൽ എക്സ്പ്ലെയിൻ. ഇങ്ങനെ എത്ര വ്യത്യാസമില്ല ചേച്ചി, വ്യത്യാസം കണ്ടോ? അതായത് നിസരി പാടിയ പോലെ തന്നെ പാടി, എക്സാക്ട്ലി. അത് കഴിഞ്ഞ ആ ഭാവം കൊടുത്തിട്ട് രണ്ടാമത് പാടി, അത് ആ വ്യത്യാസം കണ്ടോ ചേച്ചി പറഞ്ഞപ്പോ? തീർച്ചയായിട്ടും. അതാണ് അത് ഒരു സാധനം ചേച്ചിയെ പോലുള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്താ അതന്നെയല്ലേ പണി, പഠിപ്പിക്കലല്ലേ പണി. ആ നിസരിയുടെ പാട്ട് എപ്പോഴും ഒരു പ്രത്യേകിച്ച് ഒരു സുഖമുണ്ട് കേൾക്കാൻ, ആ വോയിസിന്റെ സുഖം. പക്ഷെ ഈ പാട്ടിൽ എനിക്ക് നിസരി റിലാക്സ്ഡ് ആയിട്ട് പാടേണ്ടത് വളരെ ബുദ്ധിമുട്ടി പാടുന്ന പോലെ, ഇതങ്ങനെ ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ല, വളരെ ഫെദർ പോലെ ഇങ്ങനെ തൂവല് പോലെ പാടാവുന്ന ഒരു പാട്ടാണിത്. അങ്ങനെയാണ് ഇതിന്റെ കമ്പോസിഷൻ. അത് ഏതാണ്ട് ഒരു വലിയൊരു മലമറയ്ക്കുന്ന പോലെ പാടിയ പോലെ ഞങ്ങൾക്ക് കിട്ടി. അത് വൈ യു ഹാഡ് എനി ടെൻഷൻ ഓഫ് ദിസ് സോങ്? ടെൻഷനല്ല, ചെറിയ ഇഷ്യൂസ് ഉണ്ട് ബോഡിക്ക്. അപ്പം ബോഡിക്കുള്ള ചെറിയ ഇഷ്യൂ. അപ്പൊ പുഷ് ചെയ്താണോ കണ്ടത്? ഓ, അപ്പൊ പുഷ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ഇത്തിരി അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് അതായത് നമുക്ക് സ്ട്രെയിൻ വരാൻ പാടില്ല പാട്ട് കേൾക്കുമ്പോൾ. നിസരിയുടെ ശബ്ദം നല്ലതാണ്, ഡൈനമിക്സ് ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഉണ്ടാവാനാ ബുദ്ധിമുട്ട്, കുറയ്ക്കാൻ എളുപ്പമാണ്. അത് കുറയ്ക്കുക. ഇത്ര എല്ലാ പാട്ടിലും അല്ല, ചില പാട്ടുകളിൽ ആവശ്യത്തിന് മതി. ടൂ മച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഡൈനമിക്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് ആവശ്യത്തിൽ കൂടുതലാവാൻ പാടില്ല. അതർവൈസ് യു ആർ എ എക്സലന്റ് സിംഗർ, അതിനൊന്നും പറയാനില്ല. ഗിരീഷിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ടോട്ടലി ഒരു വെസ്റ്റേൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്യൂണാണ്. പക്ഷെ അതിന് ഗിരീഷിന്റെ വരികൾ വരുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഒരു സുഖം കണ്ടു. തീർച്ചയായിട്ടും. അയ്യോ എന്തൊരു സുഖമാണ്. ഇപ്പൊ അവിടെ ബീന പാടിയില്ലൊരു പാട്ട്, അത് ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസീഷ്യനാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ലൂയി ബാങ്ക്സ്. അതെന്തോ ഭാഗ്യക്കേട് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ ചെയ്യേണ്ട പടമായിരുന്നു. ഹീസ് എ വെരി ഫേമസ് പിയാനിസ്റ്റ് ദർ, വളരെ സീനിയർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പോസിഷൻ മുഴുവൻ കോർഡ്സ് വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പാട്ടാണ്. പക്ഷെ അത് എന്ത് രസമായിട്ടാണ് ബീന പാടിയത്. ഇപ്പൊ എനിക്കും ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി, അതായത് ഇതൊരു നമ്മുടെ മലയാളം ട്യൂൺ പോലെ അല്ല അത്. പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ വരി വന്നപ്പോ അത് അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കതാണ് നിസ്രി പാടി തുടങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാണോ അല്ല ശരിക്കും തോന്നിയതാണോ എന്ന് പറഞ്ഞ് യു ബിക്കമിങ് ടൂ കോൺഷ്യസ്.
അങ്ങനെ കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. ഒരു പാട്ട് ഏത് നേരം ഇറ്റ് ഡസൻ ഹാവ് ടു ബി മെലോഡിക് ആൻഡ് സിംഗ് സോങ്. കോൺവെർസേഷനലി വരുന്ന സംഭവങ്ങളും ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ എലിമെന്റ്സും കൂടെ ഉള്ള ഒരു പാട്ടാണിത്. അപ്പൊ അത് കുറച്ചും കൂടെ ലെറ്റ് ഔട്ട് ചെയ്ത് പാടിയിരുന്നെങ്കിൽ നിസരിയുടെ പോലെ പാടിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓക്കെ ബ്രീതിങ്ങിന് കേട്ടോ. താങ്ക് യു ജഡ്ജസ്. നമുക്ക് ബീന ചേച്ചിയോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ബീന ചേച്ചി? എനിക്കിഷ്ടായി. പാട്ടുകളൊക്കെ എഴുതുന്ന സമയത്ത് ഇന്ന സിനിമയുടെ പാട്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ പൊതുവെ? പാട്ട് എഴുതി കഴിഞ്ഞിട്ടാണല്ലോ പടത്തിന്റെ പേരൊക്കെ വരുന്നത്, പറയുന്നത്. ഓക്കെ. പാട്ട് എഴുതാൻ പോയിട്ടാണ് അധികം എഴുതാറ് പാട്ടുകളൊക്കെ. സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ? ഏയ് ഇല്ല. ഇല്ല, പാട്ട് എഴുതിയാലും പാടിത്തരും, പറയും, ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാർക്സിലേക്ക് കടക്കാം. മോളെ നിസരി എന്തോ 93.5. ഇതൊക്കെ നോക്കണം കേട്ടോ. 93.5 ആണ് നല്ല മാർക്കാണ്. റൗണ്ടിൽ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഈ ഘട്ടത്തിൽ ഒരു റൗണ്ടും കൂടി ഉണ്ട്, സസ്പെൻസ് ചോയ്സ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സസ്പെൻസ് ചോയ്സ് ആണ് അതെ, ഈ റൗണ്ടിൽ വരുന്നു. സാദിയ.
എങ്ങനെ നന്നായി പാടിയല്ലോ? പാടിയോ? അപ്പൊ സാധ്യ എന്താ സർ? അസാധ്യം നന്നായിട്ട് പാടി, നല്ല ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ട് പാടി. നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ ആ ഒരു ചെറിയ നമ്മളുടെ ഒരു അമ്മച്ചുരുഷം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ പെർഫെക്റ്റ് നല്ല രസമായിട്ട് പാടി. പ്രത്യേകിച്ച് പീലി ഏഴും എന്ന് പറയുന്ന തുടങ്ങുന്ന ആ ഒരു പോർഷൻ എനിക്കൊരു 4-5 പ്രാവശ്യം വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും അത് പെർഫെക്റ്റ് പിച്ചിങ്ങിൽ, ഡൈനാമിക്സ്, എക്സ്പ്രഷൻ എല്ലാം കറക്റ്റായിരുന്നു. ആകപ്പാടെ ഇതിലെനിക്ക് ഒരു ഒറ്റ അത് എന്തുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നത് റേഞ്ചിൻ്റെ ആണോ? അങ്ങനെ എന്തോ ഇല്ലേ അവിടെ? അതെന്താണ് അവിടെ റേഞ്ച് കിട്ടാണ്ടാണോ, ലോ കിട്ടാണ്ടാണോ? അത് അവിടെ അങ്ങോട്ട് ബ്ലെൻഡ് ആവുന്നില്ല, അവിടെ എന്തോ ഒരു കാറ്റ് പോലെ വന്നു. ശരി, ഒന്ന് പാടിയൻ. അപ്പൊ അത് പാടാൻ പറ്റുന്നുള്ളൂ. അതല്ല നോട്ട്, അത് ഓക്കെ, അത് കറക്റ്റ്. ആ മധ്യമം ടച്ച് ചെയ്യണം. ആ ഒരു സ്വരരാഗം മാത്രമാണ് എനിക്ക് ലോയില് അത് അങ്ങോട്ട് ലാൻഡിങ് ശരിയാവാണ്ട് എന്താ അവിടെ എത്താത്ത പോലെ തോന്നി ലോവിലേക്ക്. ബാക്കി പിന്നെ ഒരു മരുഭൂജലം എന്നൊക്കെ ആ കാലികം ക്ഷണഭങ്കുരം ചരണത്തിന്റെ ഒക്കെ ഇതിൽ പോർഷനിൽ പൊളിച്ചു. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സംഗതി പാടിയത്. ആഹാ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നിട്ട്. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. യു ഹാവ് ഡൺ ലിറ്റിൽ ഇംപ്രൂവ്മെന്റ് ഇൻ യുവർ സിംഗിങ്. That's what I could feel. Okay, all the best. Thank you sir. ബിനി ചേച്ചി. സാദിയ എന്തോ നന്നായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ പാട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. ഫസ്റ്റ് ഡേ വന്ന് ഒരു പി വന്ന് പീലി എന്നുള്ളത് പറയണത് ഗായല്ല, അത് കുത്തി എടുക്കല്ലേ, അതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എവരി ടൈം ശ്രുതി ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ. പക്ഷെ അത് സാദിയ എടുത്തു. എനിക്ക് തോന്നിയത് ഈ നീർക്കടമ്പിൻ പൂക്കള ലാസ്റ്റ് അഭിരാമമാം വസന്തമേ, അവിടെ ആ ഒരു പോർഷൻ, ആ ഒരു 4 ലൈൻ ഒന്ന് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും പോയതായിട്ട് ഓർമ്മകൾ നിഴലാട്ടങ്ങൾ. പാടൊന്നും വേണ്ട, പക്ഷെ ഞാൻ പറയേത് അവിടെ ഒന്നൊരു വേവ് ചെയ്തു. ബാക്കി എനിക്കിഷ്ടായി കേട്ടോ. നല്ലൊരു സെലക്ഷൻ. ഗോഡ് ബ്ലെസ് യു. Thank you ചേച്ചി. ജാതിയ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എൻ്റെ പ്രൊഫൈലിൽ പോയാൽ ഞാൻ അൺപ്ലഗ്ഡ് ആയിട്ട് ഈ സാധനം പാടിയിട്ടിട്ടുണ്ട്. എൻ്റെ ഫാദറിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സാധ്യ പാടി എന്നുള്ളതാണ്. ചെറിയ നുവാൻസസ് ഒക്കെ അവർ പറഞ്ഞു, ഷുസലായി പാടി. താങ്ക് യു ഫോർ ദ സോങ്. ആൻഡ് ആ ചരണത്തിൽ സാറ് പറഞ്ഞ പോലെ ജീവിതം ഒരു ഭൂജലം എന്നുള്ള സ്ഥലത്ത് ആ സാധനം വീണതും പളുങ്ക് പോലെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ സെക്കൻഡ് റൗണ്ട്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പൊ ഇനി നമുക്ക് മാർക്സിലേക്ക് കിടക്കാം അല്ലേ? ഹസ്ബൻഡ് സെലക്ട് ചെയ്തതാണോ പാട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണിത്. എന്നെ രണ്ടാമത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ആളാണ്. ഒരു 1.5 വർഷമായിട്ടാണ് പാടുന്നത്. അപ്പോൾ ഈ ഒരു ചോയ്സിൽ 3 പാട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ പാട്ട് ഇത് തന്നെയാണ്. ഞാൻ ഗാനമേളയ്ക്ക് പോകുമ്പോൾ എന്നോട് ആദ്യം പാടാൻ പറയുന്ന പാട്ടും ഇത് തന്നെയാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിന് നല്ല മാർക്ക് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ സാദിയ, യുവർ മാർക്ക് ഈസ് 95.5. 95.5 നല്ല ആണ് മാർക്കാണ്. ഈ ഘട്ടത്തിലെ ആദ്യത്തെ റൗണ്ടിൽ സാദിയക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല സ്കോറാണ് സാദിയ. അതെ. കൂടെ ആരോ വന്നിരിക്കുന്നേ? അത് ചേട്ടൻ, ചേട്ടന്റെ വൈഫ്. ഓക്കെ, ഹായ്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ജിതിൻ. ജിതിൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് വിദ്യ. ഞാൻ കോംപ്ലിമെന്റ് തരട്ടെ, യു റിയലി ബ്യൂട്ടിഫുൾ. ഞാൻ ഇവിടുന്ന് സാദിയോട് പറയായിരുന്നു. അയ്യോ, ഞങ്ങൾക്ക് കാണാൻ വയ്യ, ഒന്ന് സ്റ്റേജിൽ നിൽക്കും. ഒന്ന് സ്റ്റേജിലേക്ക് നോക്ക്, ഒന്ന് ചിരിച്ചേ എല്ലാരും നോക്കിട്ട്. ആ സാരിയൊക്കെ നല്ല മാച്ച് ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ ചെയ്യണേ? ഞാൻ നേഴ്സാണ്. ബാംഗ്ലൂരാണ്. അല്ല, ഞാൻ UK-ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിക്കണം എന്ന് സ്വപ്നം കണ്ടിട്ടുള്ള ആളാണിത്. ഞാൻ ഇവിടെ വരണം എന്ന്, ഇങ്ങനത്തെ ഒരു വലിയൊരു ഫ്ലോറിൽ ഇങ്ങനെ വലിയ ജഡ്ജസ്മാരുടെ ഒക്കെ മുമ്പിൽ പാടണം എന്ന്. അതുപോലെ എൻ്റെ അച്ഛനും ഇതേപോലെ എൻ്റെ കൂടെ പാടണം എന്നൊരു ആഗ്രഹം ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് ഒരു നാത്തൂന് വേണ്ടി മറ്റൊരു നാത്തൂന് ഇങ്ങനെ സ്വപ്നം കാണുന്നു, ആ നാത്തൂന് അത് സാധിച്ചു കൊടുക്കുന്നു. അത് മ്യൂസിക്കൽ വൈഫിൽ മാത്രം. ഇല്ല, ഞാൻ പാടില്ല. അപ്പൊ എന്തായാലും ഈ നാത്തൂൻ സ്നേഹം എന്നും നിലനിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനി എന്തായാലും നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു. ഗ്രീഷ്മ.
അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചിഹ്നം, നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീടഭാരവും. സ്നേഹലോലമായി തലോടാം കാൽനഖേന്ദുവിൽ വിലോലം, സ്നേഹലോലമായി തലോടാം കാൽനഖേന്ദുവിൽ വിലോലം. നിത്യനായ ദൈവമേ കാത്തിടണമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. മഞ്ഞുകൊണ്ടു മൂടുമെന്റെ മൺകുടീരവാതിലിൽ നൊമ്പരങ്ങളോടെ അന്നു ഞാൻ വന്നു ചേർന്ന രാത്രിയിൽ നീയറിഞ്ഞുവോ നാഥ നീറുമിന്നിലെ മൗനം. നീയറിഞ്ഞുവോ നാഥ നീറുമിന്നിലെ മൗനം. ഉള്ളു നൊന്തു പാടുമെൻ പ്രാർത്ഥനാമൃതം. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ഹലോ ഗ്രീഷ്മ, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ, പച്ചക്കിളി. ഇപ്പൊ എന്തായാലും പച്ചക്കിളിയായിട്ട് വന്നിരിക്കുന്ന ഗ്രീഷ്മ. ഗ്രീഷ്മ ചേച്ചി, ഒന്നാമത്തെ ഗ്രീഷ്മയുടെ ഒരു വോക്കൽ കൾച്ചറിന് വെളിയിലുള്ള ഒരു പാട്ടാണ് അല്ലേ? അതെ അതെ. അപ്പൊ അത് എടുത്തോണ്ട് വന്ന് പാടാൻ കാണിച്ച ഒരു ധൈര്യം സമ്മതിക്കണം. കാരണം ഈ ഒരു പാട്ട് കരുണാമയനേന്ന് ഇന്നിപ്പോ ഗ്രീഷ്മ തെറ്റുകുറ്റങ്ങളോ എന്തോ ആയിക്കോട്ടെ അതോടുകൂടി പാടിയിരിക്കുന്നത്, പക്ഷെ ഗ്രീഷ്മയുടെ വേർഷൻ ഓഫ് കരുണാമയനെയാണ്. അതാണ് എനിക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. താങ്ക് യു. ആ ഒരു ധൈര്യം കാണിച്ചേനുമ ദാറ്റ് ഐ കെൻ ഓൾസോ കം ആൻഡ് സിംഗ് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ചിത്ര ചേച്ചി പാടിയ എന്താ എനിക്കും പാടാം എന്റെ സ്വരത്തിൽ എന്നാണ് ഗ്രീഷ്മ നോക്കിയത്. പക്ഷെ അതിലെ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ വരുമായിരുന്നു.
അതിലെ കുറച്ച് ന്യൂആൻസസ് അതെ അതെ പാടിയിരിക്കുന്നത് വേറെയാണ്. വേറെ ഗ്രീഷ്മ പാടിയിരിക്കുന്നത് വേറെ. അതെ, അതെ, അഭയം അതെ. നൽകണേ, അതെ അങ്ങിൽ ചേർക്കണേ, അതെ. അഭയം നൽകണേ, അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാൻ ദാസേട്ടൻ പാടിയത് കേട്ടിട്ടാണ് പഠിച്ചത്. ആണോ? ആ. അതാണോ പാടിയിരിക്കുന്നത്? ആ, ചിത്ര അതാണ്. ചേച്ചിയുടെ വേർഷൻ അല്ല അല്ല പാടിയിരിക്കുന്നത്. അല്ല ഓക്കെ. നിത്യനായ ദൈവമേ കാത്തിടേണമേ, അത് നീർഞ്ഞു ഉള്ളു നൊന്ത് പാടുമെൻ അതെ, പ്രാർത്ഥനാമൃതം. അതെ. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്തതിന് എന്ത് പറ്റി ഗ്രീഷ്മ? നല്ല വൃത്തിക്ക് ഒന്ന് പാടുന്ന കുട്ടിയാണല്ലോ. ഞാനത് പ്രാക്ടീസ് ചെയ്തത്, പക്ഷെ എനിക്കത് 2 ദിവസമായിട്ട് ഞാൻ ചേച്ചിയോട് പറയുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ ഒരു പോർഷൻ കാരണം. ഇതിന്ന് എന്താന്ന് 2 സ്ഥലത്തും പോയെന്നുള്ള എനിക്ക് മനസ്സിലായ, കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. അയ്യോ അത് വരൂ അതുണ്ടായിരുന്നു. എന്നിലെ ഒരു ഛായ ഞാൻ താങ്കളിൽ കണ്ടു. എനിക്ക് അതായത് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ കൂടുതൽ ആലോചിച്ച് ഉള്ളതും കൂടെ കൊളാക്കുന്ന ഒരാളാണ്. അത് നമ്മളായിട്ട് മാറ്റിയേ പറ്റൂ. അതിപ്പോ സാറോ ഞാനോ ചേച്ചിയോ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ തന്നെ അതിനൊരു തീരുമാനമാക്കണം. ഞാൻ ഇതില് ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് വിട്ടുകൊടുക്കുന്നു. ഇതില് നല്ലൊരു കാര്യം എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, താങ്ക് യു ആ ഒരു പാട്ട് കൊണ്ടുവന്ന് Thank you, പാടി. ചേച്ചി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. താങ്ക് യു ചേച്ചി. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ടോട്ടൽ ഈ പാട്ടിൽ എനിക്ക് തോന്നിയത് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഭാവക്കുറവ്. കരുണാമയനെ മോള് കരുണാമയനെ എന്നുള്ള ഒരു കരുണാമയനെ കുറച്ചുകൂടി ഒന്ന് ഒരു നമ്മൾ വിളിക്കുകയല്ലേ ദൈവത്തിനെ, അതെ അതെ അങ്ങനെ ഒരു ഫീലിലേക്ക് കൊണ്ടുവന്ന് ഇനി അത് ചെയ്യാൻ പറ്റും ഗ്രീഷ്മയ്ക്ക്, അല്ലേ? ഇപ്പൊ നമുക്ക് വേഗം ഒരു നടയെന്ന് 6ാമത്തെ നടയിലേക്ക് കയറാൻ പറ്റും. നമുക്ക് അങ്ങനെ പതുക്കല്ലേ ഇതാവണം. അപ്പൊ ഇനി ഗ്രീഷ്മയ്ക്ക് അത് പറ്റും കേട്ടോ. അത് നിത്യനായ ദൈവമേ, അവിടെ ആ ദൈവമേ എന്നുള്ള അതൊക്കെ ഇനി ശ്രദ്ധിച്ചോണം കേട്ടോ. എനിക്ക് അത്രേ തോന്നിയുള്ളൂ മോളെ. ഗോഡ് ബ്ലെസ് യു. തനിക്ക് ചേരാത്ത ഒരു പാട്ട് അറിഞ്ഞുകൊണ്ട് വന്ന് പാടി. അതിന് ഞാൻ പ്രശംസയൊന്നും ഞാൻ തരില്ല, കാരണം ഇതൊരു കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് അത് മുഴുവനും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പം നമ്മൾ ഇത്ര റൗണ്ടായില്ലേ ഇങ്ങനെ പോകുന്നു. ഈ നേരത്തൊക്കെ നമ്മളിങ്ങനെ പടിപടിയായിട്ട് നിങ്ങളുടെ ഉയർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യണത് പുറത്ത് ഇവിടെ വന്നിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. അതിൻ്റെ ധൈര്യമൊക്കെ ഉണ്ടാവാം, പക്ഷേ വെൻ യു കം ഫോർ കോമ്പറ്റീഷൻ സെലക്ട് യുവർ നല്ല പാടാൻ പറ്റുന്ന രീതിയിൽ ഇത് പാടി പഠിക്കണം. പഠിക്കേണ്ട സ്ഥലം ഇങ്ങനെ ഒരു വേദിയാകരുതെന്ന് മാത്രം. ടോട്ടലി എല്ലാ സ്ഥലത്തും എന്തുകൊണ്ടാണ് ഈ പാട്ടിന്റെ ഫീല് പോട്ടെ, സംഗതികൾ എന്തുകൊണ്ടാണ് മിസ്സായ വിളിച്ചാണ് എന്നൊക്കെയുള്ള കുറെ സംഗതികളുണ്ടല്ലോ. അതൊക്കെ വേറെ എന്തൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണോ? അത് സാറേ ഞാൻ കുറെ മുന്നേ അത് പഠിച്ചിട്ട് അതെനിക്ക് എന്താ പറയാ, അത് ആ ഭാഗം എത്തുമ്പോ ഒരു ടെൻഷൻ വരുമ്പോ ഞാൻ പഠിക്കുമ്പോഴും ഗ്രൂമിങ്ങിന്റെ അതൊന്ന് പാടിയ സ്ഥലം ഏതാണത്? നിത്യനായ ദൈവമേ. അല്ല അവിടെ എന്തൊക്കെ സംഭവിച്ചു? അല്ല, ഒന്നും കൂടെ ആ നോട്ട് ഒന്നും കൂടെ പിടിച്ചിട്ടാണ് താഴെ വരേണ്ടത്. നേരത്തെ തന്നെ ആ നോട്ട് താഴേക്ക് വരുന്നതാണ്. നിത്യനായ ദൈവമേ. അവിടെ നിർത്തണ്ട അത്രേ അല്ലേ? ആ ഗ്ലൈഡ് ഭയങ്കര ഷാർപ്പായി. അല്ല അതിപ്പോ ഒരു സ്ഥലം പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. അതേമാതിരിയാണ് ഓരോ സ്ഥലങ്ങളിലും. പിന്നെ നെഞ്ചില് ചെന്നിടണം, മുൾക്രീഡ അതൊക്കെ കുറച്ചും കൂടിയൊക്കെ പെർഫെക്റ്റ് ആവണം. സംഗതിക്ക് വേണ്ടി സംഗതി പാടുന്ന പോലെയുണ്ട്, അതിന്റെ ഉള്ളിലത്തെ ഭാവം നഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് യു ഷുഡ് ഹാവ് സങ് എ ബെറ്റർ സോങ്, വേറെ സോങ് പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അടുത്ത പ്രാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ പറഞ്ഞ പോലെ ഭാവം മെയിൻ ആണ്. അത് നമുക്ക് ഒരു പക്ഷേ 300 കിട്ടിയിരുന്നെങ്കിൽ അല്ലേ ആ ഒരു കേട്ടോ. നമുക്ക് ബീന ചേച്ചിയോടൊന്ന് ചോദിക്കാം. ഇഷ്ടായോ? ഓ ഇഷ്ടായി. പക്ഷേ ഈ പാട്ട് ഞാൻ അധികം സ്റ്റേജില് ആരും അങ്ങനെ പാടി കേട്ടിട്ടില്ല. എന്തായാലും ഇഷ്ടായി ഗ്രീഷ്മയുടെ പാട്ട്. സന്തോഷം. ഓക്കെ, ഇനി നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ഗ്രീഷ്മ സർ, ഗ്രീഷ്മയുടെ മാർക്ക് 90.5. ഗ്രീഷ്മ ഈ ഘട്ടത്തിൽ 90.5 ആണ് ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചിരിക്കുന്ന മാർക്സ്. ഇനി ഒരു റൗണ്ട് കൂടെ ബാക്കിയുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി അസ്പെൻസ് ചോയ്സിലാണ് ഇവിടെ പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം. ചോയ്സിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു സാൻഡ്ര. മൗനം വാങ്ങൂ ജന്മങ്ങൾ
എന്തൊക്കെയാണ് ഇത്? പൊൻവീട് എന്ന് പറയുന്ന പാട്ട് ഇസ് കംപ്ലീറ്റ്ലി എ മ്യൂസിഷ്യൻ സോങ്. Yes. അത് ഇരിക്കുന്ന പാട്ടുകാര് ഐ തിങ്ക് ദേ ആർ ദ ലാസ്റ്റ് ടു ബി മെൻഷൻ. ഓർക്കസ്ട്രയിന്റെ ചെയ്തിരിക്കുന്ന ഗിറ്റാർ വാസ് എക്സലന്റ്. ഗിറ്റാർ വാസ് എക്സലന്റ്. ഗിറ്റാർ വാസ് എക്സലന്റ് എന്ന് പറയുന്നത് വായിച്ച ആളാരാന്നറിയോ? ജോൺ ആന്റണി. ജോൺ ആന്റണി നമ്മളോട് കൂടി ഇല്ല. അപ്പോൾ അദ്ദേഹം 3 വർഷത്തിന് മേലെയായി. വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ആ ഒരു പീരീഡിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ്. എൻ്റെ ആദ്യകാല പടങ്ങൾ തൊട്ട് കമ്പോസിങ്ങിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഗിറ്റാറിസ്റ്റ്. അവരൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. AR റഹ്മാൻ, അന്ന് ദിലീപ്, ശിവമണി, വാട്ട്സ് ജോജോ, ഹി ഈസ് ആൾസോ നോ മോർ. ജോജോ ബേസ് ഗിറ്റാറിസ്റ്റ്. ദേ ഹാഡ് എ ടീം. എക്സലന്റ് പ്ലെയർ. പിന്നെ എൽ ശങ്കർ, എൽ സുബ്രഹ്മണ്യം ഇവരുടെ കൂടെയൊക്കെ ഒരുപാട് ഷോന് പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം വായിച്ചാണ്. അദ്ദേഹം തന്നെയാണ് എൻ്റെ കൂടെ എൻ്റെ പാട്ടിനും വായിച്ചു കേട്ടോ. ദേവദൂതർ പാടിയില്ലേ ആദ്യം തൊട്ട് ഒരുപാട് പാട്ടുകൾക്ക്. എനിഹൗ അത് അപ്പം അത് വായിക്കാൻ ഇത്തിരി അതേ ഫീലിൽ കിട്ടാറില്ല. ബട്ട് യു പ്ലേഡ് ഇറ്റ് വെരി എക്സലന്റ്. കമൽ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് യങ് മ്യൂസിഷ്യൻസ് നമ്മുടെ ഇടയിലുള്ള ഒരു വലിയ. കമലിനെ ഇവിടെ ജോമീനെ കണ്ടപ്പോ ഞാൻ ഹാപ്പി. വീണ്ടും കമലിനെ കണ്ടപ്പോ എല്ലാരും ഇവിടെ വരുന്നതിൽ വലിയ ഹാപ്പി കേട്ടോ. കമലഹാസൻ മാതിരി തിളങ്ങട്ടെ. അതെ, ഫ്ലോട്ടിസ്റ്റിന്റെ പേര് എനിക്ക് ഹരിപ്രസാദ്. ഹരിപ്രസാദ്. ഹരിപ്രസാദ് ചൗരസ്യെ. ഹരിപ്രസാദ് ചൗരസ്യ. ഹരി ആക്ച്വലി നല്ലൊരു സിംഗറാ. ആണല്ലേ? പുള്ളി കോമ്പറ്റീഷനൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ മീൻസ് ഇതേപോലെ റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. അന്നോട്ടുള്ള പരിചയമാണ്. നന്നായിട്ട് വായിക്കും. ഇവിടെ ഞാൻ മെയിൻലി വരുന്നത് തന്നെ ആരൊക്കെ നമ്മുടെ ഓർക്കസ്ട്ര ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കലാണ് എന്റെ മെയിൻ. ആരൊക്കെ ഇവിടെ ചൂണ്ടാന്നാണോ? അല്ലല്ല, എല്ലാവരും ഓരോരുത്തർ ചിലപ്പോ ഇവിടെ വരുമ്പോഴേ കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെ കാണുന്ന അത് കാരണം ഭയങ്കര രസമാണ്. മൊത്തത്തിൽ ഈ പാട്ട് അതാ ഒരു മ്യൂസിഷ്യൻ സോങ് ആണ്. പിന്നെ എല്ലാവരും കേട്ടോ, എവറി വൺ. കീബോർഡ് പിന്നെ പറയാൻ വേണ്ട, അതാണല്ലോ തല. അതാണ് ചീപ്പിട്ട് വരയ്ക്കുന്നത് ആദ്യം തുടങ്ങി വരുന്ന സംഭവം. സാൻഡ്ര പാടിയത് ഇത് സാൻഡ്രയുടെ രീതിക്കാണ് പാടിയ. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു സാങ് ഇൻ ദാറ്റ് വേ. അത് കാരണം ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. സാൻഡ്ര ഇങ്ങനെ എല്ലാരും അതെ വരൂ നാദം നൽകണേ എന്നുള്ള രീതിയിലുള്ള ഒരു റെൻഡിഷൻ ആയിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം വാട്ട് MG സർ ആൻഡ് ചേച്ചി ഹാസ് സങ്. ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം അവര് കുറച്ചും കൂടെ പ്രൊജക്ട് ചെയ്തിട്ടാണ് ഈ പാട്ട് പാടിക്കുന്നത്. ഹംസങ്ങൾ പാടുന്ന ഗീതം, ഈ സാധനം തന്നെ. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനി മരുളി. ഹംസങ്ങൾ പാടുന്ന ഗീതം ഹംസങ്ങൾ അങ്ങനെ വേണ്ട. അതിനൊരു ഭാവം കൊടുത്തു കഴിഞ്ഞാൽ രസോ. ഇതിപ്പോ ഒരു വട്ടി പോലെ. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനി മരുളി. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും അരുളി. അപ്പൊ അത് പാടി വരുമ്പോ ഒരു ഫ്ലോയിൽ ഇതിങ്ങനെ വരുമ്പോണ്ടല്ലോ, ഇങ്ങനെ ഒരു കർവ് പോലെ. അത് പാടുന്ന കേൾക്കണമെങ്കിൽ MG പാടുന്ന കേൾക്കണം സ്റ്റേജ്. നോ വൺ എൽസ്. മനോഹരമായിട്ട് അതെടുത്ത് അത് ഓൺ സ്റ്റേജ് MG സർ പാടുന്ന ഐ ഡോണ്ട് നോ, ഹിസ് ടെക്നിക് ഇസ് സംതിങ് എൽസ്. ഇത് വളരെ നല്ല രഘുകുമാർ സാറിന്റെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പൂവച്ചൽ ഖാദർ സാറാണ് അതിന് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. യു ഡിഡ് യുവർ ബെസ്റ്റ്. കുറച്ചും കൂടെ ഒരു ജോഷ് വരട്ടെ. എല്ലാവർക്കും കുറച്ചും കൂടെ ഒരു പോഷകാഹാരത്തിന്റെ ഒക്കെ ഒരു കുറവുണ്ട്. എല്ലാരും നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ബിസ്ക്കറ്റ് 2 കൂടുതൽ കഴിച്ചിട്ട് വന്നിട്ട് പാടുക കേട്ടോ. ഞാൻ പറഞ്ഞതാ ഇവരോടൊക്കെ ഫിറ ഫുഡ്സ് വാങ്ങിച്ചു കഴിക്കാൻ. മോള് നന്നായിട്ട് പാടി. അതെ, എനിക്ക് ടോട്ടലി ഈ പാട്ടിൽ എനിക്ക് ഒരൊറ്റ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ നോട്ട്സ് അതെല്ലാ പാട്ടിലും പലതരത്തിലുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് സ്ട്രെയിറ്റ് നോട്ട്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന നോട്ട്സ് അത് നന്നായിട്ട് ശ്രുതി ചേർന്നു. അത് നന്നായിട്ട് ശ്രുതി ചേർന്ന് പാടി. എന്തൊരു ദുഃഖം. അതങ്ങനെയല്ലേ പറയാ. കാരണം അത് നന്നായിട്ട് ശ്രുതി ചേർന്നു കേട്ടോ. അത് മൊത്തം പാട്ടില് ശ്രുതിയുടെ ഒരു ബ്ലെൻഡിങ് സപ്പോർട്ടഡ് യു വെരി വെൽ. ഈ പറഞ്ഞ പോലെ രഞ്ജിനി പറഞ്ഞ പോലെ കുറച്ചും കൂടിയൊക്കെ ഒരു ബ്രിസ്ക് ആവാമായിരുന്നു. പിന്നെ പ്രൊനൗൺസിയേഷൻ ഒക്കെ ഒരു മാതിരി ലയം പോലെ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ട്. ഒരൊറ്റ ലൈൻ ഒന്ന് പാടുവോ? പോലെ അതൊന്ന് കേൾക്കാനാണ്. അതേപോലെ തന്നെ പാടണം.
ഹേമന്തം പോലെ നവവാസന്തം പോലെ ഹേമന്തം പോലെ നവവാസന്തം പോലെ ലയം പോലെ ദളം പോലെ ഹരിയ ഹരിത വിരിയിൽ. ഇപ്പൊ കുറച്ച് നോർമൽ ആയിട്ടുണ്ട്, പക്ഷെ മുമ്പ് ഹേമന്തം പോലെ നവവാസന്തം പോലെ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ആ പോലെ. അല്ല ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞങ്ങൾ ചിരിക്കുകയും ചെയ്തു. 3 പേരും ഒരേ നേരത്തെ ചിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ എല്ലാം നന്നായിരുന്നു. ഓക്കെ സർ, ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. സാൻഡ്ര കുട്ടി, അധികം ഒന്നും പറയാനില്ല. ഇവർ പറഞ്ഞതൊക്കെ തന്നെ യു സാങ് വെരി വെൽ. താങ്ക് യു. ആൻഡ് എനിക്ക് ചില എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ അല്ലറ ചില്ലറ ചെറിയ അവിടെ ഇവിടെ ഒരു ശ്രുതി പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെ പ്രത്യേകിച്ച് ചരണത്തില് ഓക്കെ. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ പാട്ടിന്റെ. ആ എന്താണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത താളവട്ടം. ഹസ്ബൻഡ് ചോയ്സ് റൗണ്ട് അതെ, അതിലോട്ട് എത്തുകയാണ് ഞങ്ങൾ, അതിലോട്ട് കടന്നു വരികയാണ്. എന്താ ആവേശം. അതെ, ജഡ്ജ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കായിരുന്നു ഞങ്ങള്. ഇത് ആരൊക്കെയാണ് നിൽക്കുന്നത്? അല്ലേ? ഓരോ കാര്യങ്ങള് സംസാരിക്കാം. 3 പേര് സ്റ്റേജിലേക്ക് വന്നോളൂ. നമുക്ക് 3 പേരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ ജഡ്ജസ്? അതെ. ഇവിടുന്ന് തുടങ്ങാം. അച്ഛനാണ്, ഹസ്ബൻഡിന്റെ അച്ഛനാണ്. ആ. രാജൻ എന്ന പേര്. ആ. റിട്ടയർഡ് സ്കൂൾ മാഷാണ്. ആഹാ. അതെ. പിന്നെ അത് അമ്മ, ഹസ്ബൻഡിന്റെ അമ്മയാണ്. ശ്രീജ എന്നാണ് പേര്, ഹൗസ് വൈഫാണ്. പിന്നെ അച്ഛന്റെ സിസ്റ്റർ ആണ്. ആള് വലിയൊരു ഫാനാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ. അപ്പൊ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പൊ അച്ഛന്റെ സിസ്റ്റർ ആണ്, രാധി എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അച്ഛാ സന്തോഷായോ പാടിയപ്പോ? സന്തോഷമായി. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. ഹസ്ബൻഡ് അവിടെ വിദേശത്തിരുന്ന് സെലക്ട് ചെയ്ത് തന്ന പാട്ടാണോ? അല്ല, ഞങ്ങള് ഡെയിലി വിളിക്കും. ആൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ലിസ്റ്റ് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രമിക്കാം, എന്നെ കൊണ്ട്. ഞാൻ ചോദിച്ചും ചെയ്തു, വന്നൂടെ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡ് റൗണ്ടിലെങ്കിലും ഒന്ന് അബുദാബിയിലാണ്. അപ്പൊ എന്താ ഇന്നലെ വിളിച്ചപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാന്നൊക്കെ പറഞ്ഞു. സോ ഇപ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നാവും അല്ലേ? എന്റെ നെഞ്ചോടു ചേർക്കാൻ നിന്റെ ഞാനങ്ങനായിരുന്നു മീനാക്ഷിയുടെ സ്ഥാനത്തേക്ക് ചേർത്ത്. ഉമ്മ കൊടുത്തോളൂ, ഫസ്റ്റ് കാണുമല്ലോ. കഷ്ടപ്പെട്ട് ഉപ്പ കൊടുക്കാണ്ട്. അല്ല, ഒരു മിനിറ്റ്, എത്ര നാൾക്ക് ശേഷമാണ് നിങ്ങൾ കാണുന്നത്? അല്ല, ഇതിനിടയിൽ അവള് ദുബായിൽ വന്നിട്ടുണ്ടായി. എന്നാലും എത്ര നാളായി? ഒരു 3 to 4 months. ആവേശം ഉണ്ടാവും അപ്പൊ. 3 to 4 months ആയി. നീ എന്തിന് ഇത്ര അധികം ആവേശം കൊള്ളുന്നത്? ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ചെറുതായി സംശയം ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, പക്ഷെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കാത്ത ആളാ, മടിയനാ. അതെ, എന്നോട് 2 weeks മുന്നേ പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ ഒരു ഹസ്ബൻഡ് റൗണ്ട് ഉണ്ട്. അപ്പോ ഡെബി ഫസ്റ്റ് ഡേ എന്റെ അടുത്ത് പറഞ്ഞു അവള് ഇങ്ങനെ എനിക്ക് നല്ല മിസ്സാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ടിക്കറ്റ് എടുത്തു. ഇവിടെ ബാക്ക് സൈഡ് എയർപോർട്ടിൽ നിന്ന് അല്ല, ഇപ്പൊ അല്ല, രാവിലെ വന്നു. അപ്പൊ ഇവള് തിരക്കായിരുന്നു, അപ്പൊ ഇവളെ കണ്ടില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായി ഫ്ലവേഴ്സിന്റെ ടീംസുമായിട്ട്. അതെ അതെ. ഫ്ലവേഴ്സ് എപ്പോഴും അത്ഭുതങ്ങളും സർപ്രൈസും തരുന്ന ഒരു ചാനലാണ്. രജീഷ് സമ്മതിക്കണം. രജീഷ് ഇതൊക്കെ എവിടെ നൊപ്പിക്കുന്നു? രജീഷ് ഒരു ഉഗ്ര കൈ നിന്റെ തലയിൽ ഒതുക്കുന്ന കാര്യങ്ങളാണ്. ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആണ്. സന്തോഷായില്ലേ? കാരണം നമ്മുടെ തുടക്കം മുതലേ നമ്മുടെ മത്സരാർത്ഥികളുടെ ഹസ്ബൻഡ്സ് ഒക്കെ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതും പാട്ടുകളെ പറ്റി പറയുന്നതും ഒക്കെ കേൾക്കാറുണ്ട്. സാൻഡ്ര എപ്പോഴും അപ്പൊ ഇവള് പറയാറുണ്ട് എല്ലാവരുടെ ഹസ്ബൻഡ്സും വന്നു. കരയുവാണോ സാൻഡ്ര? കേട്ടോ, എല്ലാരും വന്നിട്ടുണ്ട്, ഞാൻ മാത്രം വന്നില്ല. എന്റെ ഹസ്ബൻഡിനെ മാത്രം കണ്ടില്ല. അപ്പൊ എപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട് അവള്. അപ്പൊ ഈ റൗണ്ടിൽ വന്നില്ല. പിന്നെ പേരെന്താ? അശ്വിൻ. സാന്ദ്ര അശ്വിൻ.
അശ്വിനാണ് സാൻഡ്രനെക്കാളും ആവേശം. റെഡി, നല്ല ജോഷിൽ എന്താ ആവേശം? കുറേ നേരം ആവേശം. തെറ്റിദ്ധരിക്കുന്നു. അതല്ലേ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് നല്ല മീനാക്ഷി ഇപ്പുറത്ത് വന്ന് അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നല്ല സന്തോഷം, നല്ല ജോഷ് ഉണ്ടെന്ന് ഞാൻ അതെ അതെ. അശ്വിൻ ഹാപ്പി ആയല്ലോ? സന്തോഷം. ഓക്കെ, സാൻഡ്ര സർപ്രൈസ് ആയോ? പിന്നെ അത് ഈ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടതിന്റെയാണ്. ആ കൈ പിടിച്ച കൈ വിട്ടിട്ടില്ല രണ്ടുപേരും. സംസാരിക്കുമ്പോ പോലും കൈ കൊണ്ട് ഈ കൈയെ ഉയർത്തുന്നത്. പിന്നെ ഞാനൊരു പ്രൗഡ് ഹസ്ബൻഡ് ആണ്. ഓ സോ ക്യൂട്ട്. ഞാനിപ്പോ അലിഞ്ഞില്ലാണ്ടാവും. ടൂ മച്ച് ക്യൂട്ട്. കാരണം എന്താ വെച്ചാല് ഇവള് വർക്കിന് പോകുന്നുണ്ട്. അപ്പോ നോർമലി 5 to 6 അല്ലെങ്കിൽ 6 to 9 വർക്ക് ആണെങ്കിൽ നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാം, എപ്പോ പാട്ട് പാടാം, ഷെഡ്യൂൾ ചെയ്യാം. ഇവളാണെങ്കിൽ ട്രാവലിന്റെ ഇടയിലാണ്, എല്ലാ ദിവസവും എന്റെ ജോലി ഒരു ജോലി ടൈപ്പ് ട്രാവലിംഗ് അങ്ങനെയാണ്. ജോബാണ്. അപ്പൊ ഇവള് ഡെയിലി എന്റെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ ട്രാവലാണ്, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. അവസാനം 2-3 ദിവസമാണ് ഇവള് വരുന്നത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ അത് വെച്ചിട്ട് ഇവള് ഇത്രയും ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ കഴിവ് തന്നെയാണ്. അപ്പൊ അതിന് ഞാൻ പ്രൗഡാണ്. സാൻഡ്ര ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? വർഷങ്ങളൊന്നും ആയില്ല. 8 മാസം. ഇപ്പോഴും ആ ഹണിമൂൺ പീരീഡിലാണ്. ആ ഒരു സ്നേഹമാണ്. താങ്ക് യു രജി സർ, ഫ്ലവേഴ്സ്, പിന്നെ മ്യൂസിക്കൽ വൈഫ്, എല്ലാരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. പിന്നെ ഞാനും പ്രൗഡാണ് ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റി. സോ അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷം. അത് ചോദിച്ചില്ല, മകനെ കണ്ടോണ്ട് നിങ്ങൾക്ക് അല്ല, നിങ്ങൾ അറിഞ്ഞിരുന്നോ വന്നത്? ആളെത്തിയത് അറിഞ്ഞിരുന്നു? സൂചന ഉണ്ടായിരുന്നു. സൂചന ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ഫ്രൂട്ട്ഫുൾ മൊമെന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ മൊമെന്റിൽ തന്നെ നമുക്ക് മാർക്സ് അറിയാം. താങ്ക് യു 94.5 ആണ് ഈ ഘട്ടത്തിൽ ആദ്യത്തെ ആക്സും റൗണ്ടിൽ. കിട്ടി, അശ്വിനെയും കിട്ടി, എല്ലാരും. ഫുൾ ഹാപ്പിയായി. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു റൗണ്ടും കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും പെട്ടെന്നൊന്നും പോകുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. പെട്ടെന്ന് പോകും. സോറി, ഞാൻ ഇവളെ കണ്ട മറന്നു. ഞാൻ നാളെ നാളെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തിരിച്ചു കയറും. അയ്യോടാ, അങ്ങനെ പറയാം, അങ്ങനെ പറ്റില്ല പ്ലീസ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് കുറച്ച് പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതെ, ഒട്ടും സമയം കളയണ്ട. എന്നാ എത്രയും പെട്ടെന്ന് പോയി സംസാരിച്ചോളൂ. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. All the best. താങ്ക് യു. താങ്ക് യു. മീനാക്ഷി, എന്തോ? നമ്മൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലോട്ട് കിടക്കാണ്. എന്താണ് എന്തായാലും നമ്മുടെ റൗണ്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ എല്ലാ വീക്കിലും കൊടുക്കാറുള്ള ഒരു ഗിഫ്റ്റ്, ടോപ്പ് പെർഫോമർ ഓഫ് ദി വീക്ക്. അതെ. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ളത് നമുക്കറിയാം. ആരാണ്? നമുക്ക് സ്വാഗതം ചെയ്യാം സാദിയ. സാദിയ, കൺഗ്രാറ്റുലേഷൻസ്. ലവേഴ്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. അപ്പൊ ഇനിയും ഇതുപോലെ ടോപ്പ് പെർഫോമർ ഓഫ് ദി വീക്ക് ഒക്കെ വാങ്ങണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ആളെ വിളിക്കുന്നത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിയാലോ? വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഗോഡ് ബ്ലെസ് യു. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, മ്യൂസിക്കൽ വൈഫിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ, ഗുഡ് നൈറ്റ്.